ഹായ് ഗൈസ്, വെൽക്കം ടു അവർ ചാനൽ. ഇന്ന് ഞങ്ങൾ കുറച്ച് വെറൈറ്റി ആയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. ഞങ്ങൾക്ക് ഒരുപാട് ബ്രൈഡൽ എൻക്വയറീസ് വരാറുണ്ട്. ക്രിസ്ത്യൻ ബ്രൈഡിൻ്റെ ഗൗൺസ് എവിടെയാണ് റെൻറ്റിന് കിട്ടുകയെന്ന് ചോദിച്ചിട്ട്. ഇപ്പോൾ നല്ലൊരു ഫോട്ടോഷൂട്ട് ചെയ്യാനാണെങ്കിലും നമുക്കിപ്പം ബ്രൈഡ്സിന് വെഡ്ഡിങ് ഡേ റെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണെങ്കിലും നമുക്ക് നല്ലൊരു ഗൗണ് കിട്ടുന്ന സ്ഥലം കാലിക്കറ്റ് വളരെ കുറവാണ്. അപ്പം നമ്മൾ എറണാകുളം സൈഡിലുള്ള ഒരു ഷോപ്പാണ് നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വളരെ അഫോർഡബിൾ റേഞ്ചിലുള്ള പ്രൈസിങ്സ് ആണ്. അതേപോലെ അവർക്ക് കൊറിയർ സർവീസും കാര്യങ്ങളും ഉണ്ട്. ലേറ്റസ്റ്റ് മോഡൽ അവർ കസ്റ്റമൈസ് ചെയ്ത് തരുന്നുമുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം. അതിന് ഇതിൽ ചെയ്തേക്കുന്ന പറഞ്ഞാൽ നമ്മള് എംബ്രോയിഡറി മറ്റേ ത്രെഡ് ഇത് വെച്ചിട്ട് ത്രെഡ് വർക്ക് ആണ് അല്ലേ? പിന്നെ ഒരു ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന ഗൗണ അത് ചെയ്തേക്കുന്ന വർക്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റൽ സ്റ്റോൺ വെച്ചിട്ട് ചെയ്തേക്കുന്ന. പിന്നെ ഒരു ഹൈനെക്കിൽ നമ്മൾ ചെയ്തേക്കുന്ന അത് ഒരു സ്മോൾ സൈസിലൊക്കെ അതിന്റെ സൈസ് വരുന്ന തോന്നുന്നു. ഇല്ല, വ്യത്യാസമുണ്ട്. ഇത് ഒരു മെർമെയ്ഡ് ഗൗൺ ആണ്. ഇത് ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് ചെയ്തേക്കുന്നത്. പിന്നെ ഇത് സ്കിന്നറ്റാ. ഇത് നമ്മൾ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്ത് കാണാൻ വേണ്ടി. ഇത് ഫുള്ള് ഒരു ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന മെർമെയ്ഡ് ഗൗൺ തന്നെയാണ്. അതുപോലെ തന്നെ സ്കിന്നറ്റില് ചെയ്തേക്കുക. അടുത്ത് തന്നെ നമുക്കൊരു ആപ്ലിക് ഗൗൺ ആണ്. അതായത് നമ്മള് ഫാബ്രിക്കിൽ നിന്ന് മറ്റേ ഡിസൈൻ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിൽ വേണ്ട ഡിസൈൻ കൊടുത്തിട്ട് അതുപോലെ ചെയ്തേക്കുന്നത്. ഇതൊക്കെ എത്ര റെന്റ് വരുന്നത്? അതൊക്കെ നമുക്ക് ഒരു 10 ഒക്കെ ആയിരിക്കും. 10 ആണല്ലേ? അത് നമുക്ക് വർക്ക് ഫാബ്രിക് ആട്ടോ. അത് ഫുള്ള് മെർമെയ്ഡ് ഗൗണിൽ ചെയ്തേക്കുന്ന. നന്നായിട്ടുണ്ട് അല്ലേ? അടുത്ത് തന്നെ നമുക്ക് ഒരു ഹാൻഡ് വർക്ക് മെർമെയ്ഡ് ഗൗൺ തന്നെ ഫുള്ള് ഹാൻഡ് വർക്ക് ചെയ്തേക്കുന്ന. അടുത്തത് അത് നമുക്ക് ഓൾട്ടറേഷൻസ് ഒക്കെ നമുക്ക് കസ്റ്റമറിന്റെ സൈസിനനുസരിച്ച് ചെയ്തു കൊടുക്കും അല്ലേ? അത് നമുക്ക് വന്നേക്കുന്നത് വെച്ചാൽ താഴെ സാറ്റിനും മേളിലേക്ക് നമ്മള് നെറ്റ് കൊടുത്തിട്ട് നെറ്റില് മിഷൻ വർക്ക് ചെയ്തിട്ട് പിന്നെ ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്തേക്കുന്നത്. ഒരു വെറൈറ്റി ആണ് അല്ലേ? സ്മോൾ സൈസ് ആണ്. അടുത്തത് നമ്മളൊരു മെർമെയ്ഡ് തന്നെയാണ്. അതിന് ഹാൻഡ് വർക്കും മിഷൻ വർക്കും. അതും മിഷൻ വർക്ക് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന. സെയിം തന്നെ. സെയിം തന്നെ. ഇതൊക്കെ അതുപോലെ തന്നെ മിഷൻ വർക്കും ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്തേക്കുന്ന. ഇതോ അതും അതുപോലെ തന്നെയാ. മിഷൻ വർക്ക് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് ഹൈലൈറ്റ് ചെയ്തേക്കും. സ്കിന്നറ്റ് മേളില് നമ്മൾ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ചായിരിക്കും കേട്ടോ സ്കിന്നറ്റ് ചെയ്യുന്നത്. അപ്പൊ ഈ വർക്ക്സ് മെയിൻ ആയിട്ട് ഹൈലൈറ്റ് ചെയ്യും അല്ലേ? ഹൈലൈറ്റ് അതാണ് സ്കിന്നറ്റിന്റെ കൂടുതൽ. വേറെ ചെയ്യുമ്പോഴാണ് അതിന്റെ ഭംഗി അറിയുള്ളൂ. ഇങ്ങനെ നോക്കുമ്പോ അത്ര ഭംഗി തോന്നില്ല. വേറെ ചെയ്യുമ്പോ അത് വേറൊരു ലുക്ക് തന്നെയായിരിക്കും. ഇതിന്റെ അല്ലേ? അത് കുറച്ചും കൂടെ ഇങ്ങനെ കുറച്ച് വിടർന്ന് ഇങ്ങനെ നിക്കാൻ വേണ്ടി കുറച്ചും കൂടെ ചില കസ്റ്റമേഴ്സ് പറയല്ലോ ഒതുങ്ങി നിക്കണ്ട, കുറച്ചും കൂടെ ഒന്ന് നിക്കണം എന്ന് പറയുമ്പോ അതങ്ങനെ പാറ്റേൺ ചെയ്തേക്കുന്നു. നല്ല ഭംഗിന്റെ ഒരു വെറൈറ്റി ഉണ്ട്. അതൊരു ഓൾട്ടർനെറ്റില് ചെയ്തേക്കുന്ന ഒരു സിമ്പിൾ ആണ്. ഇതുപോലെ തന്നെ മിഷൻ വർക്കും ഹാൻഡ് വർക്കും കൂടെ ഹൈലൈറ്റ് ചെയ്ത്. മറ്റേത് സാറ്റിനാട്ടോ. സാറ്റില് താഴോട്ട് നമ്മള് മറ്റേ വേറെ ഫാബ്രിക് കട്ട് ചെയ്തിട്ട് നല്ല ഭംഗിയുണ്ട്. ഹെവി വർക്ക് തോന്നുന്നില്ല അല്ലേ? ഇവിടെ മാത്രം വർക്ക്. അത് ഒരു വർക്ക് ഫാബ്രിക് ആട്ടോ. ഫുള്ള് നമ്മള് ചെയ്തേക്കുന്നത്. മറ്റേ ഫുള്ള് ഹാൻഡ് വർക്കാ. അത് പ്ലെയിനില് ചെയ്തേക്കുന്ന. സാറ്റിനും നെറ്റും കൂടെ വെച്ചിട്ട് 3 പാനലിൽ ചെയ്തേക്കുന്ന. അത് നമ്മളൊരു ആപ്ലിക്ക്, അതായത് വേറെ ഫാബ്രിക്കിൽ നിന്ന് നമ്മൾ ഡിസൈൻ കട്ട് ചെയ്തിട്ട് ഇതിലേക്ക് ഡിസൈൻ ചെയ്തേക്കുന്ന. നല്ല ഭംഗിയുണ്ട്. ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇത് പ്ലെയിൻ അല്ലേ? അത് പ്ലെയിനാ. നമ്മൾ പ്ലെയിൻ ചോദിച്ചു വരുന്നവരും ഉണ്ട്.
അത് ഇതുപോലെ സാറ്റിനിൽ വെച്ചിട്ട് നമ്മൾ സ്ലീവ് മാത്രം നെറ്റ് കൊടുത്തിട്ട് സ്ലീവിനെ മാത്രം ഹാൻഡ് വർക്ക് ചെയ്തെടുത്തേക്കുന്നത്. ബാക്കിയെല്ലാം പ്ലെയിൻ അല്ലേ? അത് ഇതുപോലെ ആപ്ലിക്ക് തന്നെ മേളിലേക്ക് നമ്മള് ഫാബ്രിക്കിന്ന് കട്ട് ചെയ്ത് ഡിസൈൻ ചെയ്തേക്കും. അപ്പോൾ നമുക്ക് കാലിക്കറ്റ് ആണെങ്കിൽ അധികം ക്രിസ്ത്യൻ ബ്രൈഡ്സിൻ്റെ ഗൗണ് റെൻറ്റിനൊന്നും കിട്ടില്ല. അവിടെ കൂടുതൽ മുസ്ലിം ബ്രൈഡ്സിൻ്റെ ലെഹങ്ക കാര്യങ്ങളാണ് ഉണ്ടാവുക. അപ്പോൾ ഏതെങ്കിലും അപ്കമിങ് ബ്രൈഡ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ട് റെൻറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ സ്റ്റോറിൽ എന്തായാലും വിസിറ്റ് ചെയ്യാം. അപ്പോൾ നമുക്കിവിടെ സ്റ്റാർട്ടിങ് വരുന്നത് 7 to 10K തൊട്ടിട്ടാണ് സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത്. അതൊരു ഹൈനെക്കിൽ നമ്മൾ ചെയ്തേക്കുന്ന കേട്ടോ. ഫ്രണ്ടില് നമ്മളിങ്ങനെ ഫുള്ള് ബീഡ്സ് ഒക്കെ കൊടുത്തിട്ട് പിന്നെ ഇതുപോലെ തന്നെ ഹാൻഡ് വർക്ക്, ഇത് മിഷൻ വർക്ക് ചെയ്തിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത് ഹൈലൈറ്റ് ചെയ്തെടുത്തേക്കുന്നത്. ഇത് ഫുള്ള് ഹാൻഡ് വർക്ക്. ഇതൊക്കെ എത്രയാ വരുന്ന റെന്റ്? അത് നമുക്ക് 14. അതൊക്കെ നമ്മൾ അതുകൊണ്ടല്ല, നമ്മളിപ്പോ ഈ 1 മന്തിനുള്ളിൽ ഇത് ചെയ്തോണ്ടാ. നമ്മൾ പുതിയതാകുമ്പോ റേറ്റ് വരും. ചെയ്തിട്ട് 1 മന്ത് ആയുള്ളൂ. ഇവിടെ നമ്മൾ കസ്റ്റമറിന് കസ്റ്റമൈസേഷൻ ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ബൈ ബാക്ക് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അതില് നമ്മൾ റിട്ടേൺ എടുക്കുകയോ ചെയ്യുന്നത്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട് നമുക്ക് ഇവിടെ. നമ്മളൊരു ഫുൾ എമൗണ്ടിന്ന് അവരുടെ കയ്യിൽ നിന്ന് ഹാഫ് എമൗണ്ട് വാങ്ങിച്ചിട്ട് നമ്മൾ അങ്ങനെ റെന്റിന് കൊടുക്കുക. അപ്പൊ ഒരു തവണയൊക്കെ യൂസ് ചെയ്തതായിരിക്കും. നല്ല ഫ്രഷ് ആയിട്ടുള്ള പീസ് ആയിരിക്കും. ഇത് നല്ല ഭംഗിയുണ്ട്, എനിക്ക് നല്ല ഇഷ്ടമായി. ഇത് പുതിയതാ? അത് അധികം പുതിയതല്ല, കുറച്ച് അത്യാവശ്യം യൂസ് ചെയ്തിട്ടുള്ളതാ. ഇത് നമ്മള് എ ലൈൻ ആട്ടോ ഇപ്പൊ നമ്മൾ നോക്കുന്നേ. നല്ല എ ലൈനാ. ഇതുപോലെ തന്നെ മേളില് സ്കിന്നിട്ട് കൊടുത്തിട്ട് മറ്റേ യോക്കില് നമ്മള് 3 പാനൽ വെച്ച് ഇത് ഏകദേശം എത്രയാ റേറ്റ്? അത് 10 വരുന്നത്. 10. പക്ഷെ നമ്മളൊരു ഗൗണ് സ്റ്റിച്ച് ചെയ്തിട്ട് എത്രയാ കൊടുക്കുന്നത് ഇപ്പൊ? നമ്മളല്ല സ്റ്റിച്ചിങ് ആണോ? അതൊരു സ്റ്റിച്ചിങ് പ്രൈസ് മാത്രം ഇവിടെ 15 വരുന്നത്. 15. ക്ലോത്ത് ഒക്കെ വേറെയാ വരുന്നത്? ക്ലോത്ത് വേറെ. അപ്പൊ ഏറ്റവും നല്ലത് ഇത് തന്നെയാണ് അല്ലേ? പിന്നെ നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അതായത് നമ്മൾ ഷോപ്പേ ഉള്ളോ നിങ്ങൾക്ക്? ഇല്ല, നമുക്ക് 2 ഉണ്ട്. ബൈ ബാക്കിലാണെങ്കിൽ നമ്മൾ ഇപ്പം നമ്മളിവിടെ എടുക്കുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 30 to 40 ആ ഒരു റേറ്റിനുള്ളിലുള്ളതാണ്. അതിന്റെ ഹാഫാണ് നമ്മളിവിടെ ബൈ ബാക്കിൽ എടുക്കുന്നത്. ഇപ്പൊ അല്ലാതെ നമുക്ക് അല്ലാതെ ഒരു കസ്റ്റമറിന് അവർക്ക് ബൈ ബാക്ക് ഓപ്ഷൻ വേണ്ട, അവർക്ക് അത് തിരിച്ച് അവർക്ക് തന്നെ വേണമെങ്കിൽ നമ്മൾ ഇതുപോലെ തന്നെ സ്റ്റിച്ചിങ് പ്രൈസ് 15 ആയിരിക്കും. പിന്നെ മെറ്റീരിയൽ നമ്മൾ വാങ്ങുവാണെങ്കിൽ അത് പ്ലസ് കൂട്ടും വേറെ. സെയിം തന്നെ തോന്നുന്നു അല്ലേ? ഏകദേശം. അത് ഫുള്ള് ഹാൻഡ് വർക്കാ വരുന്നത്, അല്ല മിഷൻ വർക്കാ വരുന്നത് കേട്ടോ. അതില് ഹാൻഡ് വർക്ക് ഒന്നുമില്ല, ഫ്രണ്ടിലും ബാക്കിലും ഉണ്ടാവും വർക്ക്. കറക്റ്റ് പ്ലേസ് എവിടെയത്? ഇത് കത്രിക്കടവ് മറ്റേ സെന്റ് ഫ്രാൻസിസ് ചർച്ചില്ലേ, ചർച്ചിന്റെ അവിടെയായിട്ട് അതായിരിക്കും. പിന്നെ നമുക്ക് മറ്റേ ഷോപ്പ് തന്നെ സെന്റ് ഫ്രാൻസിസ് ചർച്ചിന്റെ ഓപ്പോസിറ്റും. ഇത് നമുക്ക് കത്രിക്കടവ് റോഡ്. ഇത് നല്ല ഭംഗിയുണ്ടല്ലേ? അത് ഫുള്ള് ഹാൻഡ് വർക്ക് ആട്ടോ വരുന്നേ. ഇതല്ലേ? അതെല്ലാം ആപ്ലിക്കാം. ഇത് അത് ആപ്ലിക്ക വരുന്നത്. നമ്മള് 3 പാനൽ ഗൗൺ അത്. അപ്പം ഇതുപോലെ തന്നെ ഡിസൈൻ വേണ്ടടുത്ത് നമ്മള് അതും ആപ്ലിക്ക. അതെല്ലാം ആപ്ലിക്സിൽ വരുന്ന കേട്ടോ. ഡിഫറെന്റ് ടൈപ്പ്. നമ്മളിപ്പം സെലക്ട് ഇപ്പൊ കാലിക്കറ്റ് ഒക്കെ അല്ലേ? ഞങ്ങള് കാലിക്കറ്റ് ആണ്. അപ്പൊ നമ്മളിപ്പോ ഒരു ക്ലയന്റിന്റെ അടുത്ത് സജസ്റ്റ് ചെയ്യുന്ന സമയത്ത് അവർക്ക് എങ്ങനെയാ നിങ്ങളുടെ പേജ് ഏതാ? ഏഞ്ചലിക് ബ്രൈഡൽ ബൊട്ടിക്. അതിൽ നമ്മൾ സെലക്ട് ചെയ്താൽ മതി അല്ലേ? എന്നിട്ട് നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ കൊറിയർ ചെയ്ത് കൊടുക്കുക ചെയ്യാം? അങ്ങനെയല്ല, നമുക്കിപ്പം അവരിപ്പം റെന്റലോ നോക്കണമെങ്കിൽ ഇപ്പൊ അതിന്റെ അകത്ത് ഏതെങ്കിലും ഗൗൺ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മൾ ഒന്നോലെ നമ്പറിൽ നമുക്ക് ഇത് ചെയ്യും. അത് കഴിഞ്ഞ് നമ്മൾ വല്ലാതെ തന്നെ വാട്സപ്പിൽ കുറച്ച് ഫോട്ടോസ് എല്ലാം നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അത് നമ്മൾ അവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കും. അപ്പൊ സെലക്ട് ചെയ്ത് അപ്പൊ അവര് ഏകദേശം അതിൽ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ സെലക്ട് ചെയ്തിട്ട് നമുക്ക് മെഷർമെന്റ് ഒക്കെ അയച്ചു തരും. ഞങ്ങൾ പറയും മെഷർമെന്റ്. അപ്പൊ ഏകദേശം സെറ്റ് ആണെങ്കിൽ അവരത് ഒന്നോലെ ബുക്ക് ചെയ്യും, അല്ലെങ്കിൽ നേരിട്ട് വന്നവരാണെങ്കിൽ ഇവിടെ വന്നിട്ട് നോക്കിയിട്ട് ഇനി അഥവാ സെറ്റ് ആയില്ലെങ്കിൽ നമ്മൾ കസ്റ്റമൈസേഷനിലേക്കും പോകുന്നുണ്ട്. അപ്പം കളക്ഷൻസ് ഒക്കെ ഉണ്ടല്ലോ. പൊതുവെ നമുക്ക് ഈ ക്രിസ്ത്യൻ ബ്രൈഡ്സിന്റെ ഗൗൺസ് ഇങ്ങനെ റെന്റിനൊക്കെ കൊടുക്കുന്ന സ്ഥലങ്ങൾ കുറവാണ്. ഇവിടെ ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട്. ഇവരുടെ 2-3 പ്രത്യേകത. ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്ത് തരും.
എന്നിട്ട് അത് നിങ്ങൾക്ക് പിന്നെ ആവശ്യമില്ല അവർക്ക് തിരിച്ചു കൊടുക്കാം. ബൈബാക്ക് എന്നൊരു സിസ്റ്റം ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ അവരെടുക്കും. എന്നാൽ റെന്റിന് മാത്രം വേണ്ടിയിട്ടാണെങ്കിൽ അങ്ങനെ സംവിധാനമുണ്ട്. ഷോപ്പ് വരുന്നത് എറണാകുളം കടവന്ത്ര റോഡിൽ കത്രിക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ്. പക്ഷെ ഇവർക്ക് ഓൺലൈനായിട്ട് ചെയ്തു തരുന്ന സംവിധാനം ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവർ അയച്ചു തരും കൊറിയറിൽ. അത് കഴിഞ്ഞ് തിരിച്ചും കൂടെ അയച്ചു കൊടുത്താൽ മതി. ഇനിയിപ്പോൾ റെൻ്റലിന് വേണ്ട സ്വന്തം നമുക്ക് തന്നെ കസ്റ്റമൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണെങ്കിൽ ഇവർക്ക് ഫ്രഷ് പീസ് അവർ ചെയ്തു തരും. അതിന് ബൈബാക്ക് ഒരു കൂടെ ഉണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ സാധാരണ നമ്മളിപ്പോൾ ഒരു പുതിയൊരു ഗൗൺ വാങ്ങുന്നതിൻ്റെ ഒരു പകുതി പൈസയ്ക്ക് ഫ്രഷ് പീസ് നിങ്ങൾക്ക് കിട്ടും. ഇവർ ബൈബാക്ക് ചെയ്യുകയും ചെയ്യും. അപ്പോൾ ആവശ്യമുള്ള ആൾക്കാർ ഇവിടെ കോൺടാക്ട് ഡീറ്റെയിൽസും നമ്മളൊക്കെ നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. അതിൽ കോൺടാക്ട് ചെയ്യാം.